സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയെയും ദേവികയെയും മത്സരത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് നന്ദൻ ചെറിയൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം VDF ആണ് പ്രഭാവതിയെ ഗൂഢാലോചനയോട് വീഴ്ത്തിയതെന്നുള്ള പത്രവാർത്ത എന്തായാലും പ്രഭാവതി കാണുകയാണ്. ഇത് കാണുന്ന പ്രഭയാണെങ്കിൽ തീരുമാനിക്കുന്നത് ഇത് ദേവികയുടെയും സിദ്ധാർത്ഥന്റെയും ഒത്തുകളിയാണെന്ന് തന്നെ മത്സരത്തിൽ നിന്നും പിന്മാറ്റി അവർക്ക് മത്സരിച്ച് വിജയിക്കാനുള്ള തന്ത്രമാണെന്നൊക്കെ പറഞ്ഞും നന്ദന്റെ ആ തീരുമാനത്തെ പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ സമയം നന്ദൻ പറയുന്നുണ്ട്, ഒരു നാടകമല്ല, ദേവികയും കൂടി തീരുമാനിച്ചെടുത്ത കാര്യമാണ്. അവൾ എന്തായാലും മത്സരിക്കാൻ പോകുന്നില്ല, അമ്മയും മത്സരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല, എനിക്ക് മത്സരിച്ചേ മതിയാകൂ. എന്നെ തളർത്താൻ നോക്കിയവർക്ക് മുന്നിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം. പിന്നെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവിക ഇവിടെ നിൽക്കണ്ട, ഒന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങാം, അല്ലെങ്കിൽ അവൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറയുമ്പോൾ ദേവി പറയുന്നുണ്ട്, ഇനി എന്തായാലും ആരും മത്സരത്തിൽ നിന്നും പിന്മാറണ്ട, ഞാനും മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു, പക്ഷേ ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ദേവികയാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. നന്ദനാണെങ്കിൽ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ദേവി അത് വകവെക്കുന്നില്ല. തന്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണെന്ന് ദേവി തറപ്പിച്ച് പറയുന്നു. എന്തായാലും പ്രഭാവതിയോട് യാത്ര പറയാനായിട്ട് പോകുമ്പോൾ മരുമകൾ എന്നുള്ള നിലയ്ക്ക് നിന്നോട് എനിക്ക് യാതൊരു ദേഷ്യമില്ലെന്ന് പ്രഭ പറയുന്നുണ്ടെങ്കിലും ദേവി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും വിജയിക്കുമെന്നൊക്കെ. ഇത് കേൾക്കുന്ന പ്രഭാവതിക്ക് വീണ്ടും ദേഷ്യം കയറുകയാണ്. പിന്നീട് ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനോട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ത്യാഗരാജൻ പറയുന്നുണ്ട്, നാളെ അളിയന്റെ ഓർമ്മ ദിവസത്തിൽ തന്നെ അവർ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ഇപ്പൊ നിന്റെ സുഹൃത്തായിട്ടും നല്ല ആ പ്രഭ സംസാരിക്കുന്നത്, അവർ തികച്ചും ഒരു പാർട്ടിക്കാരിയായിട്ടാണ്. എന്തായാലും നീ അവരെ ഒരുപാട് വിശ്വസിക്കാൻ നിൽക്കേണ്ട, ഇതെന്തായാലും അവരുടെയൊക്കെ ഗൂഢാലോചനയായിരിക്കും, VDFന്റെ നേർക്ക് ചുമത്തിയെന്ന് മാത്രം. എന്തായാലും ത്യാഗരാജനാണെങ്കിൽ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ചന്ദ്രമതിക്ക് മുന്നിൽ നല്ല പിള്ള ചമയാനായിട്ട് നോക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിൽ അത് ഏകദേശം വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് ഭാർഗവിയുടെ വീട്ടിലേക്ക് മുരളിയെ കാണാനായിട്ട് നന്ദൻ പോകുന്നുണ്ടെങ്കിലും ഭാർഗവിയും ഗൗരിയും ചേർന്ന് നന്ദനോട് സംസാരിക്കുകയാണ്. എന്തായാലും ദേവിക തന്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ലല്ലോ, പ്രഭ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും എന്ന് പറയുമ്പോൾ ഭാർഗവിയോട് നന്ദൻ പറയുന്നുണ്ട്, ഇനി അവളെ വെറുതെ വേദനിപ്പിക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഒരുപാട് അവളെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ആന്റി ആരെയും വേദനിപ്പിക്കാൻ നിൽക്കരുത്, അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും ദേവിയും തീരുമാനിച്ചതാണ് മത്സരത്തിൽ നിന്ന് പിന്മാറാമെന്ന്, നോമിനേഷൻ അമ്മയെ കൊണ്ട് കൊടുപ്പിക്കില്ല എന്നൊക്കെ. അത് ഏകദേശം ഉറപ്പിച്ചതുമാണ്. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ തന്നെ തകിടം മറിഞ്ഞു. അമ്മയുടെ തെറ്റിദ്ധാരണ കാരണം കൊണ്ട് വീണ്ടും അമ്മ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ദേവിക കുടുംബത്തിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാമെന്ന് തീരുമാനിച്ചതാണ്. ഇനി ആന്റി വെറുതെ അവളെ കാണുമ്പോൾ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കരുത്, നല്ല വാക്കില്ലെങ്കിലും അവളെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭാർഗവിയോട് റിക്വസ്റ്റ് ചെയ്യുക നന്ദൻ. എല്ലാം കൊണ്ടും കുടുംബം തകർന്ന അവസ്ഥയിലാണ്. ഞാനും ദേവികയും ഇപ്പൊ രണ്ടിടത്താണ്. അമ്മയുടെ കണ്ടീഷൻസ് ഭാർഗവി ആന്റിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ, ദേവികയെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഈ ഒരു പേരിൽ ഞങ്ങളുടെ ജീവിതമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് നന്ദൻ പറയുന്നുണ്ട്. ഗൗരിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി വിഷമാവുകയാണ്. പിന്നീട് ദേവിയാണെങ്കിൽ നന്ദനയൊക്കെ കുറിച്ച് ആകെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അരുന്ധതി വിളിക്കുന്നത്. അരുന്ധതി ദേവിയോട് പറയുന്നുണ്ട്, ഒരിക്കലും വിഷമിക്കാൻ നിൽക്കരുത്, നന്ദനും നീയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ച അത് താൽക്കാലികം മാത്രമാണ്, നീ എന്തായാലും വിജയിക്കും, നിന്നെ ഞാൻ വിജയിപ്പിച്ചിരിക്കും, നീയാണ് ഇനി ഇവിടെ ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഒട്ടും ടെൻഷൻ ആവാതെ വേണം കാര്യങ്ങളെ മുന്നോട്ട് കാണാനായിട്ട്. അങ്ങനെ ദേവി പറയുന്നുണ്ട്. എന്നാലും അമ്മയുടെ അവസ്ഥയ്ക്ക് കാരണം പാർട്ടിക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം, ആരായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ചൊന്ന് ആലോചിച്ച് നീ വിഷമിക്കാൻ നിൽക്കേണ്ട, അത് ആര് തന്നെ ആയാലും അതങ്ങനെ പോയിക്കോട്ടെ. പിന്നെ പ്രഭാവതി ഇപ്പോൾ സഹതാപ കണ്ണീര് വീഴ്ത്തി നടക്കാനൊക്കെ ചാൻസ് ഉണ്ട്, എന്തായാലും നീ പേടിക്കാതെ മുന്നോട്ട് തന്നെ പോകണമെന്നൊക്കെ പറയുകയാണ്. ദേവികയാണെങ്കിൽ അരുന്ധതിയുടെ ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതിൽ വീണു പോകുന്നുണ്ട്. എന്തായാലും ദേവി ഉറപ്പിക്കുകയാണ് താൻ തന്നെയാണ് വിജയി എന്നുള്ള കാര്യം. അങ്ങനെ നന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. കാരണം വീട്ടിലേക്ക് വരുമ്പോൾ ദേവികയില്ല, എല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് അവർ പുതിയൊരു ജീവിതം തുടങ്ങിയതാണല്ലോ. അങ്ങനെ അതിന്റെയൊക്കെ ദേഷ്യത്തിൽ പ്രഭാവതിയോട് നന്ദനാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. അമ്മയ്ക്കിപ്പോ സമാധാനയല്ലേ, ഞങ്ങൾ രണ്ടിടത്താക്കിയപ്പോൾ എന്റെ ദേവിയെ എന്നിൽ നിന്നും പിരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് പ്രഭയോടാണെങ്കിൽ നന്ദൻ വഴക്കുണ്ടാക്കുമ്പോൾ, ആര് പിരിച്ചു, അവളാണല്ലോ അഹങ്കാരം കൊണ്ട് പോയത്, ആര് പറഞ്ഞു, അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അവള് വിജയിക്കുകയാണെങ്കിൽ അവൾ ഈ വീട്ടിൽ താമസിക്കും, അതപ്പോ എന്താന്ന് വെച്ച് ചെയ്യാം, എന്തായാലും അവള് വിജയിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ തന്നെയാണ് വിജയി, ഇവിടെ എന്നെ മറികടന്ന് അവൾക്ക് വോട്ട് വീഴുന്നത് ഞാനൊന്ന് കാണണം, ഇന്നലെ മുളച്ച അവൾക്ക് ഈ പ്രൊഫസറെ മറികടക്കാനായിട്ട് കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ അമ്മയുടെ വെറും അത്യാഗ്രഹവും അതിചിന്തയും മാത്രമാണ്, അല്ലാതെ അമ്മ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല, ജീവിതത്തിലും പാർട്ടിയിലും എന്റെ ദേവി തന്നെയാണ് വിജയിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, ഞാൻ നിന്റെ സ്വന്തം അമ്മയാണ്, നിനക്ക് നല്ല വാക്കൊന്നും പറയാനില്ലെന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാ, പക്ഷെ അമ്മ അതിൽ നിന്ന് തന്നില്ല. എന്തായാലും
അമ്മ തോൽക്കും എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. നിന്റെ